ഹലോ ഹെവൻലി ബ്ലിസ് പ്രേക്ഷകരെ. അപ്പം നമ്മളിന്ന് ഡേ 11 ചെറുവത്തൂർ അലക്സാണ്ടറിന്റെ വീട്ടിലാണ്. അതായത് നമ്മുടെ ഹെവൻലി ബ്ലിസ് ചാനലിലത്തെ ഒരു അംഗമാണ്. അപ്പം ആക്ച്വലി അവരിവിടെ പ്രാർത്ഥന ചൊല്ലി കഴിയാറായി തോന്നുന്നു. നന്ദി ദൈവമേ പാട്ടൊക്കെ കേൾക്കാണ്ട് നമുക്ക് പറയാതെ അകത്ത് കയറാം. ധൈര്യം ഉണ്ടല്ലോ, നമ്മുടെ ഹെവൻലി ബ്ലിസ് ചാനലിലത്തെ ആളല്ലോ. അങ്ങനെ കയറി നോക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. എന്റെ തമ്പുരാനെ, ക്രിസ്തുവിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും ചെറിയട്ടെ എപ്പോഴും അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഹെവൻലി ബ്ലിസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിനെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് റീത്ത. ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ 15 വർഷമായി. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. മൂത്തവൻ അലക്സ്, രണ്ടാമത്തെ മോളുടെ കല്യാണം കഴിച്ചേക്കണ വെളപ്പായിരിക്കും. പേര് ആൻസി. 4 കുട്ടികളായിരിക്കും. ഓക്കെ, എൻ്റെ പേര് അലക്സ്. ഞാൻ റിലയൻസിൽ വർക്ക് ചെയ്യുന്നു, ടെലികോമാണ്. ഭാര്യ, 2 മക്കള്. എൻ്റെ പേര് മിനിത, ഇത് നോയൽ, അത് നിവിയ. 2 CKC, അവള് KG, അവിടെ സെന്റ് ജോൺസിൽ. ഓക്കെ. അപ്പൊ അലക്സേട്ടാ, ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഓർമ്മകളാണ് ഷെയർ ചെയ്യാനുള്ളത്? കുറെ ഓർമ്മകളുണ്ട്. പഴയതും പുതിയതായിട്ടുള്ള കുറെ ഓർമ്മകളുണ്ട്. പഴയ സ്കൂൾ ലൈഫും, അത് കഴിഞ്ഞ് ഓൾട്ടർ ബോയ്സ്, CLC, KCIM. പിന്നെ കുറച്ച് നാൾ നാട്ടിലുണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നാട്ടിലെത്തി. ഇപ്പൊ ഇങ്ങനെ ഫാമിലിക്കായിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്രാവശ്യത്തെ കുറച്ചും കൂടി സ്പെഷ്യലാണ്. ഒന്ന്, ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അടുത്തത് നമ്മുടെ സ്വന്തം ഹെവൻലി ബ്ലിസ് ചാനലില് നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ആവാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന്റെ എന്താ പറയാ ഒരു ഓർമ്മക്ക് എന്തായാലും ഹെവൻലി ബ്ലിസ് ചാനലില് വരും. ആ ചാനലിലോടത്തോളം കാലം നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഈ ഇതൊക്കെ ഒരു ഹിസ്റ്ററി ആയിട്ട് അവിടെ എടുക്കുമല്ലോ. സോ സ്വീറ്റ്. അപ്പൊ ചേച്ചി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ എന്തെങ്കിലും ഓർമ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കാനുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാം. ക്രിസ്മസ് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാലമാണ്. ഏത് കാലത്തും ക്രിസ്മസ് കാലം എന്ന് പറയുന്നത് നല്ല ഇഷ്ടമുള്ള കാലമാണ്. പിന്നെ ഓർമ്മ സാധാരണ പോലെ പുൽക്കൂട് ഉണ്ടാക്കലൊക്കെ തന്നെ. പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ നമുക്ക് ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ചെറുപ്പത്തിലെ കാര്യമല്ല ഓർമ്മ വരിക. അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികളായ സമയത്ത് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ കരോളൊക്കെ വരുമ്പോൾ കുറേ ടീമൊന്നും കരോള് വരാണ്ടാവില്ല. നമ്മുടെ യൂണിറ്റിന് കരോള് മാത്രമേ വരാണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളുടെ അവിടെ ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് അമ്മൂമ്മയായിട്ടാണ് അവർ വരിക. അല്ല, ഞങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെ ഉള്ളതാണ്. അമ്മൂമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ വല്യപ്പച്ചന്റെ മോൻ തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള വല്യപ്പച്ചന്റെ മോൻ തന്നെയാണ്. അപ്പൊ അമ്മയുടെ ചട്ടി മുണ്ടൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ആളിങ്ങനെ വരും. അപ്പൊ അവരുടെ മെയിൻ പണി, ഞങ്ങൾ അന്ന് കുഞ്ഞേ കുട്ടികളായ സമയത്ത് ഞങ്ങളിലൊക്കെ പേടിപ്പിക്കലാണ് അവരെ പണി. അതായത് വെറുതെ ഇങ്ങനെ പാപ്പയുടെ ഡ്രസ്സൊക്കെ ആയിട്ട് വരുമ്പോ നമുക്കൊരു സംഭവം കരോള് വരണത് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൽ വന്നാൽ അവർ പേടിപ്പിക്കരുത് ഒരു ഓർമ്മ. ഇപ്പൊ ഓർക്കുമ്പോ അന്ന് നമുക്ക് നല്ല കരച്ചിലായിരുന്നു മാത്രം. എന്നിട്ട് ഇവരിങ്ങനെ വന്നിട്ട് നല്ലോണം കുറെ നേരം പാട്ടൊക്കെ പാടി കളിപ്പിച്ചിട്ടൊക്കെ പോവാ. അപ്പൊ ഇവര് വന്നു തുടങ്ങി കളിപ്പിച്ചു തുടങ്ങിയ ഞങ്ങളുടെ വീട്ടിലെ കുറെ കുട്ടികളുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ എല്ലാവരും ഒരു സൈഡിൽ നിന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ്. അല്ല, ഇപ്പൊ ഓർക്കുമ്പോ ഒരു രസം മാത്രം. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ പോലെ വന്നു പോയപ്പോ ക്രിസ്മസ് അപ്പൂപ്പിന് അമ്മൂമ്മയായിട്ട് വന്നപ്പോൾ കുറെ പേരുണ്ടാവും. യൂണിറ്റിൽ നിന്നുള്ള കുറെ ചേട്ടന്മാരും ചേച്ചിമാരും അങ്ങനെ കുറെ പേരായിട്ടാ വരിക. ഒരു പ്രാവശ്യം അവർ വന്ന് പോയപ്പോ കരോള് പോയി. ഞങ്ങളുടെ വീട്ടിൽ കൂട്ടക്കരച്ചിലില്ല കുട്ടികളുടെ. നോക്കുമ്പോ എന്റെ ചേച്ചീനെ കാണാനില്ല. അപ്പൊ ഇത് എന്ത് കരോളിന്റെ കൂടെ പോയാ പേടിച്ചിട്ട് നിൽക്കരുത്. കുറെ നേരം കഴിഞ്ഞിട്ട് ആളെ കട്ടിന്റെ അടിയിൽ നിന്ന് കിട്ടിയത്. അല്ല, അത് ഇന്ന് ഓർക്കുമ്പോളേ ചേച്ചിനെ കാണാതെ ഇങ്ങനെ തപ്പി നോക്കുമ്പോ മിണ്ടാതെ കട്ടിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവരുടെ ഒരു സീസണൊക്കെ കഴിഞ്ഞപ്പോഴേ പിന്നെ കരോളിന്റെ ഒക്കെ ഇൻട്രസ്റ്റ് പോയി. തീരെ ആൾക്കാർ കുറവായി. കരോളിനൊക്കെ ഇങ്ങനെ കുറച്ച് പേര് മാത്രം വരും. അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കുറച്ച് വലുതായ സമയത്ത് അപ്പൊ ഇത് പണ്ടത്തെ ദിവസമൊക്കെ ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ പറയും. അപ്പൊ അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് കരോളൊക്കെ നടത്താൻ വേണ്ടിട്ട് ഞങ്ങൾ കുറെ ഗേൾസ്, ഞങ്ങളുടെ പ്രായത്തിലുള്ള കുറെ ഗേൾസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്നിട്ട് കുറെ ഗേൾസൊക്കെ കരോളിന് ഒരുങ്ങി പുറപ്പെട്ട് കുഞ്ഞു ഗിഫ്റ്റ് പോലെ നമ്മൾ തന്നെ ഇങ്ങനെ ഫോഷിട്ട് കൊണ്ട് ചട്ടം പൊതിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എല്ലാ വീടുകളിലേക്ക് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറെ ഗേൾസ് കൂടി അങ്ങനെ ചെയ്തു കേട്ടാ. അപ്പോൾ ആ സമയത്തൊന്നും കരോളിന് അധികം ആൾക്കാർ പോലില്ല. അപ്പോഴേക്കൊക്കെ എല്ലാവരും പോല് കുറവായി.
അപ്പൊ ഞങ്ങളിങ്ങനെ കൂട്ടത്തോടെ കൂടി പെൺപടം ഇറങ്ങിയപ്പോ വീട്ടില് പാരന്റ്സിനൊക്കെ ടെൻഷൻ, രാത്രി പോവല്ലേ, അപ്പൊ എല്ലാ വീട്ടിൽ നിന്ന് എല്ലാരും അമ്മമാരും ഇറങ്ങി. അങ്ങനെ റോഡ് നിറച്ച് ആൾക്കാർ. ഒരു 2-3 കൊല്ലൊക്കെ നല്ലോണം അങ്ങനെ അത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി. പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ പോവും. അപ്പൊ അങ്ങനെ അത് നല്ലൊരു ഓർമ്മ എനിക്ക് ഇപ്പൊ ഇങ്ങനെ തോന്നുന്നു. എങ്കിലും പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ മാക്സിമം നമ്മുടെ യൂണിറ്റിൽ ഇങ്ങനെ പോകാന്നല്ലാണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ചേട്ടന്റെ കൂടെ നമ്മളിങ്ങനെ വേലൂർക്കും ഒക്കെ പോയി, അല്ലെങ്കിൽ മറ്റുള്ള പള്ളികളിലേക്കൊക്കെ പോയിട്ട് പുൽക്കൂട് കാണാനൊക്കെ അങ്ങനെ പുറത്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റിയത് ഇപ്പോഴാണ് മാത്രം. പോയിട്ടുണ്ട്, ചേട്ടന്റെ കൂടെ പോയിട്ടുള്ളതാണ്, അല്ലാണ്ട് പിന്നെ അങ്ങനെ അധികം ഒന്നും പോയിട്ടില്ല. അപ്പൊ പല കരച്ചിലുകളാണ് ഇപ്പോഴും നമ്മള് ചിരി. അന്ന് കരച്ചിലാണെങ്കിലും ഇപ്പൊ ഓർക്കുമ്പോ ഒരു ചിരി വരാന്ന് മാത്രം. ശരി, എനിക്ക് ചിരി വന്നു. അങ്ങനെ നല്ലൊരു അനുഭവമാണ്, നല്ലൊരു ഫണ്ണി ആയിട്ട്. എന്നാ പണ്ടത്തെ ഇതിൽ വെച്ച് അപ്പൊ പറയുന്നെങ്കിൽ നമുക്കൊരു പേടി, ഇപ്പൊ പറയുമ്പോ ഭയങ്കര സന്തോഷം. ഓക്കെ, ഞങ്ങളിങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ കേട്ടു. നമ്മുടെ 3ാമത്തെ ഉണ്ണിക്ക് വേണ്ടിട്ട് വെയിറ്റിംഗ് ആന്നൊക്കെ. സന്തോഷാണോ? ഓക്കെ, അപ്പൊ എന്താ പറയാ, നമ്മുടെ ക്രിസ്മസ് ആയിട്ട് ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 3ാമത് വിശേഷമായിട്ട് ഇരിക്കാണ്. ഇപ്പൊ 6 മാസം കഴിഞ്ഞു. സന്തോഷമായിട്ട് ഇരിക്കുന്നു. ക്രിസ്മസും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഇവർക്ക് നല്ല സന്തോഷം തന്നെയാണ്. ഉണ്ണിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് സന്തോഷിക്കുന്നു. അടുത്തതായിട്ട് നിവി അവതരിപ്പിക്കുന്ന പ്രസംഗം, അതെ നമ്മുടെ കിങ്ങിണി അവതരിപ്പിക്കുന്ന പ്രസംഗം സ്കൂളിന് വേണ്ടി പഠിച്ചതാ. അപ്പൊ ചെസ് നമ്പർ 1 ഓൺ സ്റ്റേജ്. Judges, please note, chess number 1 on stage, Nivea. കുത്തുകറി കഴിഞ്ഞില്ലേ തേണ്ടാക്കുത്തവന്ന് എനിക്ക് ഇഷ്ടമല്ലേ? നമ്മൾ ക്രിസ്മസിനെ കാത്തിരിക്കുകയാണ് കൂട്ടുകാരൻ. നിങ്ങൾക്കറിയാമോ എന്താണ് ക്രിസ്മസ്? ഇത് മനുഷ്യന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. മഞ്ഞ് വെള്ളത്തിൽ ബദമിലെ പാത്രത്തിലാണ് ഉണ്ണീശോ ജനിച്ചത്. മറിയത്തിന്റെയും ജോസഫിന്റെയും പുന്നാരം വന്നിട്ട് ഉണ്ണീശോ ജനിച്ചു. ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും മാതൃകയാണ് ഉണ്ണീശോ നമുക്ക് കാണിച്ചു തന്നത്. പിതാവായവർ തന്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അതിന്റെ സന്തോഷമാണ് ഡിസംബർ 25 നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ഈ ക്രിസ്മസ് കാലത്ത് പള്ളികളിലും വീതികളിലും ലക്ഷങ്ങൾ കത്തിച്ച് കുളിക്കുകയും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയും ഈശോന്റെ കാത്തിരിക്കുന്നു. അതുപോലെ നന്നായി പ്രാർത്ഥിച്ചു പുനി പ്രവർത്തിച്ചു നോയം പുറത്തു നമ്മുടെ ഗീതേമാവുന്ന പുൽക്കൂട്ടി ഉണ്ണിശോൽക്കാം. അടുത്തതായി നോയൽ അവതരിപ്പിക്കുന്ന ക്രിസ്മസ് ഗാനം. ജഡ്ജസ് പ്ലീസ് നോട്ട്, ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. മിഞ്ഞി പോലെ മിഞ്ഞിത്താറും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. മിഞ്ഞി പോലെ മിഞ്ഞിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഹെവൻലി ബ്ലിസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് വിഷ് ആയാലോ? ഓക്കെ,
എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ ക്രിസ്മസ് ആശംസകൾ. അപ്പൊ ബാറക്പൂർ ഡേ 11 ഇവിടെ അവസാനിക്കുകയാണ്. ക്യാമറമാൻ ആൽഫിയോടൊപ്പം ഏഞ്ചലിന സൈനിങ് ഓഫ്. ബൈ.